പാൽവില വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് മലപ്പുറം ജില്ലയിലെ ക്ഷീരകർഷകർ മിൽമക്ക് മുന്നിൽ പാലൊഴുക്കി പ്രതിഷേധിച്ചു. നിലമ്പൂർ മിൽമ ഓഫീസിന് മുന്നിലാണ് ക്ഷീരകർഷകർ പാലൊഴുക്കി പ്രതിഷേധിച്ചത്. മറ്റു മേഖലകളിൽ വേറെയുമുണ്ട്. പക്ഷേ ഈ ക്ഷീരമേഖല എന്ന് പറഞ്ഞാൽ ഈ ക്ഷീരവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ള കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തമായ കാര്യങ്ങൾ, ഒരു കല്യാണമാവട്ടെ, ഒരു ആഘോഷമാവട്ടെ, മറ്റെന്തെങ്കിലും ഒരു ചടങ്ങാവട്ടെ, അതിൽ പോലും സമാധാനത്തോടു കൂടി ഒരു പൂർണ്ണ മനസ്സോടുകൂടി പങ്കെടുക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കും. കാരണം എൻ്റെ കാലിയുടെ കാര്യം എന്തായി, അതിൻ്റെ കറവയുടെ സമയമായി, അതിനെ തൊഴുത്ത് വൃത്തിയാക്കേണ്ട സമയമായി, ചാണകം നീക്കേണ്ട സമയമായി, പശുവിനെ മാറ്റിക്കെട്ടേണ്ട സമയമായി. ഈ നിലയ്ക്കുള്ള ആവലാദികളും വേവലാദികളും വ്യാകുലപരമായി കഴിയുന്നവരാണ് നമ്മൾ ഈ കർഷകരിൽ അധികം പേര്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പശുപരിപാലനം കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന സമയം എന്ന് പറയാൻ അധികം സമയം ഉണ്ടാവില്ല. ഈ പാലാളം നിർത്തും, സൊസൈറ്റിയിൽ കൊണ്ടുപോയി കൊടുക്കണം, ചിലവരത് ലോക്കൽ സെയിൽ നടത്തും. ഈ തരത്തിൽ നിരവധിയായ കാര്യങ്ങൾ നമ്മളുടെ തൊഴിൽധാരവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ നമുക്കുണ്ട്. അപ്പൊ അത് കഴിഞ്ഞല്ലേ നമുക്ക് മറ്റു പരിപാടികളെ കുറിച്ച് ചിന്തിക്കാൻ കഴിയും. പിന്നെ ഈ പരിശുദ്ധമായ ഈ വിശുദ്ധ മാസത്തിൽ പോലും എല്ലാ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശുദ്ധമായ ഒരു സമയമാണ്. എല്ലാവരും വ്രതാനുഷ്ഠാനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു സമയമാണ്. ഈ സമയത്ത് പോലും നാനാവിഭാഗം ജനങ്ങളും ഈ തൊഴിലിൽ ഏർപ്പെട്ട മുഴുവൻ കർഷകരായ ആളുകളും ഈ അത്യുഷ്ണത്തെ പോലും അവഗണിച്ചുകൊണ്ട്, തീ തുപ്പുന്ന വെയിലിനെ പോലും അവഗണിച്ചുകൊണ്ട് ഈ മിൽമയുടെ ആസ്ഥാനത്തേക്ക് കടന്നു വന്നത് അത്രയും പ്രയാസകരമായ ഒരു ഘട്ടത്തിലാണ്. ഒരു നിലക്കും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ്. ഇതങ്ങ് ഒഴിവാക്കി കളയാമെന്ന് വിചാരിച്ചാൽ ഈ പശുവിനെയും കിടാവിനെയും പെട്ടെന്ന് വിറ്റൊഴിവാക്കാൻ കഴിയും. ക്ഷീരകർഷകരും ക്ഷീരം സംഘം ജീവനക്കാരും ചേർന്ന് നടത്തിയ പ്രതിഷേധ ധർണയിലാണ് പാലൊഴുക്കി കളഞ്ഞത്. കോടതിപ്പടിയിൽ നിന്നും പ്രകടനമായെത്തിയാണ് കർഷകരും ജീവനക്കാരും അരുവാക്കോട് മിൽമ കാര്യാലയത്തിന് മുന്നിൽ ധർണ നടത്തിയത്. പൊന്നാനി ബ്ലോക്കിലെ വട്ടംകുളം ക്ഷീര സഹകരണ സംഘം പ്രസിഡന്റ് അശോക് ധർണ ഉദ്ഘാടനം ചെയ്തു. തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണാൻ അധികാരികൾ തയ്യാറാകണമെന്നും നടപടിയില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾ ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആമയൂർ സംഘം പ്രതിനിധി സുധാകരൻ അധ്യക്ഷത വഹിച്ചു. മനോജ്, വിനോദ്, പ്രേമൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ.